നമസ്കാരം. കൊല്ലത്തെ താന്നി ബീച്ചിന് സമീപത്താണ് ഞാനിപ്പം ഉള്ളത്. അല്പം മുൻപാണ് ഈ താന്നി ബീച്ചിന് സമീപത്തെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ചെറിയ ഒരു കാടിൽ തീ പിടിച്ചത്. കഴിഞ്ഞ ഒരു മണിക്കൂർ മുൻപാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രദേശം ഏകദേശം 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും ഈ 1 ഏക്കറോളം സ്ഥലം പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ കൊല്ലത്ത് നിന്നും പരവൂരിൽ നിന്നും എത്തിയിരിക്കുന്ന ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പരവൂരിന്റെ തീരദേശ ഭാഗത്ത് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, വേനൽ കടുത്തതോടെ വലിയ രീതിയിലുള്ള തീപിടുത്തം പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഈ തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോൾ എന്താണെന്ന് ഇവിടെ വ്യക്തമാവുന്നില്ല. പക്ഷേ ഈ തീപിടുത്തം ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള റിസ്കുകൾ ഇപ്പോൾ നേരിടുന്ന ഒരു സാഹചര്യമാണ്. കാരണം നിലവിൽ പരവൂർ ഭാഗത്ത് തന്നെ ഇന്ന് 2ഓളം സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലേ? ഈ കത്തിച്ചപ്പോഴേ ഈ കത്തി അവിടുന്ന് പടർന്നു വന്നതാ. ഈ അണയ്ക്കുന്നുണ്ട്. ഞങ്ങള് ഒരു യൂണിറ്റ് വന്നിട്ടുണ്ട്. ഒരു യൂണിറ്റ് എത്തിയിട്ടുള്ളൂ അല്ലേ? അത് മതി, ആവശ്യമുള്ളത് അണയ്ക്കുന്നുണ്ട്. അപ്പൊ നിലവിൽ ഈ ഒരു വേനൽ കടുത്തതോടുകൂടി ശക്തമായ പുല്ലിൽ ഈ പുൽക്കാട്ടിലൊക്കെ തീ പിടിക്കുന്നത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാടുണ്ട്. ദിവസം 2, 3, 4 ഒക്കെ ഉണ്ട്. വലിയ രീതിയിലുള്ള റിസ്ക് ഉണ്ട് നിങ്ങൾക്ക്? തീർച്ചയായും. ഫയർ ആൻഡ് സേഫ്റ്റി പരവൂരത്തെ ഉദ്യോഗസ്ഥരാണ് സംസാരിച്ചത്. ഇതിൽ വലിയ രീതിയിലുള്ള റിസ്ക് ഈ ഒരു വിഷയത്തിലുണ്ട്. കാരണം തീപിടുത്തം എപ്പോഴും എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വ്യക്തമല്ലെങ്കിൽ പോലും ഇത്തരം കാടുകളിലേക്ക് ഏത് സാഹചര്യത്തിലാണ് തീ ഉണ്ടാകുന്നത്? ഒരുപക്ഷെ ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധരാണോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിലെന്ന് അറിയില്ല. ഏതായാലും വലിയൊരു ആപത്തിൽ നിന്ന് ഈ പ്രദേശവാസികൾ ഒഴിവാക്കിയിരിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ സേവനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ കൊല്ലം താന്നിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതായാലും ഈ വസ്തുവിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഏതായാലും അദ്ദേഹത്തെ ഇപ്പോൾ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ്. ഈ പ്രദേശത്ത് ആകെ ഒരു വീട് മാത്രമാണുള്ളത്. ചുറ്റും കാട് മൂടി ഏകദേശം 1 ഏക്കറോളം സ്ഥലമാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധരാണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരെങ്കിലുടെയും പ്രവൃത്തിയാണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഏതായാലും ഇപ്പോൾ പരവൂരിൽ നിന്നുള്ള ഫയർ ആൻഡ് സേഫ്റ്റിയുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം ബിൽവനിത്സൻ, വിസ്മയ ന്യൂസ്.